ഓണിങ്ങാണ്ട് എടുക്കാറായി. ഇവളാണെങ്കിൽ ചിക്കനും ബീഫും മുട്ടക്കറിയും മീൻകറിയും ഇട്ടിട്ട് ഒരു കളിയും ഇല്ല. എന്നാൽ പിന്നെ ഇന്നൊരു പരിപ്പായസം അങ്ങോട്ട് ഉണ്ടാക്കി കാണിച്ചാലോ അല്ല. അതാ ഈ ഒരു പരിപ്പായസം ഇല്ലേ, എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. പല രീതിയിലായിരിക്കും പല ആൾക്കാരും ഉണ്ടാക്കണത്. ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപ്പായസമാണ് ഉണ്ടാക്കണത്. ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോ ചെറുവറ്റും പരിപ്പ്, അതായത് പായസത്തിൻ്റെ പരിപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവളെന്താണ് ഈ പരിപ്പൊന്നും കഴുകാതെ അങ്ങനെ ഇട്ട് വറുക്കാൻ പോണേണെന്ന് വിചാരിക്കേണ്ട കേട്ടാ. നമ്മൾ ഈ പരിപ്പില്ലേ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ആ ചുമന്ന കളറായി വരുമ്പോഴാണ് കഴുകിയെടുക്കണത്. എന്നിട്ട് നമ്മൾ അതൊന്ന് തിരിച്ചങ്ങോട്ട് ഉരുളിയിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കണത്. ചില ആൾക്കാർ കുക്കറിലിട്ടൊക്കെ അടിച്ചുണ്ടാക്കും, ചില ആൾക്കാർ തലപ്പാലൊക്കെ ഒഴിച്ച് വേവിച്ചിട്ടുണ്ടാക്കും. ഞാനിപ്പോൾ എളുപ്പത്തിനുള്ളൊരു പരിപ്പ് പായസം ഉണ്ടാക്കണത്. അപ്പം ഞാനിതൊന്ന് മൂടി വെക്കണുണ്ട്. എന്നിട്ട് ഈ മൂടിയുടെ മുകളിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്തിനാണെന്നറിയാമോ, നമ്മളുടെ ഈ ആവി വെള്ളം കൊണ്ടിട്ട് അടിയിലുള്ള പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ടാണ്. പിന്നെ അടിയിലുള്ള പരിപ്പ് വേകുന്നതനുസരിച്ച് വെള്ളം വറ്റുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മൂടിയിലുള്ള വെള്ളം അങ്ങോട്ട് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ട് ട്രിക്ക്? അപ്പം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കണ്ട കേട്ടോ. തുറന്ന് നോക്കിയപ്പോൾ പരിപ്പൊക്കെ വേകാറായിട്ടുണ്ട്, പക്ഷെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂടിയിലുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഇളക്കി അങ്ങോട്ട് കൂട്ടിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെക്കുമ്പോൾ ആ മൂടിയുടെ മുകളിലേക്ക് കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവളെന്താണ് പച്ചവെള്ളത്തിലാണ് പായസം ഉണ്ടാക്കാൻ പോണെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളിപ്പോൾ 1/2 കിലോ പരിപ്പിന് 3 തേങ്ങ എടുത്തേക്കണം. അതും പറഞ്ഞ് 3 തേങ്ങയൊന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടില്ല. കുറേശ്ശായിട്ടാണ് അടിച്ചിട്ട് 1/4 പാലും 2/2 പാലും മാത്രം ഞാൻ ഇതിനായിട്ട് എടുക്കണുള്ളൂ. അങ്ങനെ തുറന്ന് ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ആ 2/2 പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. 2/2 പാലിൽ കിടന്നിട്ട് ഇനി അത് വെന്തെടുത്തോളും. അങ്ങനെ 2/2 പാൽ ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ 1 കിലോ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉരുക്കി അരിച്ചിട്ട് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയൊക്കെ പായസത്തിന് വാങ്ങിക്കുമ്പോൾ ഒരു കറുത്ത കളർ ശർക്കര വാങ്ങിച്ചാൽ അത്രയും നല്ലോണം ഒരു കറുത്ത പായസം കിട്ടും. വല്ല വെള്ള കളർ ശർക്കരയൊക്കെ വാങ്ങിച്ചാൽ വെള്ളപ്പായസം ആയി പോകും കേട്ടോ. അപ്പോൾ പരിപ്പായസം എപ്പോഴും കറുത്തിരിക്കണേല്ലോ എന്നോർത്താൽ നല്ലത്. അപ്പോൾ അതും കൂടി ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 2/2 പാലിൽ ശർക്കരപ്പാനിലും കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ടിട്ട് തന്നെ ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണ് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി കൂട്ടി ഇത് വരട്ടി ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുക്കും ഏലക്കയും കൂടി പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മിക്സർ ജാറിലിട്ട് പൊടിയൂല. അപ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ട്, പഞ്ചസാര ശർക്കര പായസത്തിൽ ഇടണം നല്ലതാണ്. കാരണം ആ ശർക്കരയുടെ കുത്തൽ നമുക്ക് കിട്ടൂല പഞ്ചസാര ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് പൊടിച്ചതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ തലപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരോട്ട് ഞാൻ തിളപ്പിക്കലോടെ ഒന്ന് നൊരവട്ടി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തും. അപ്പം നമുക്കിനി ഇതിലേക്ക് കശുവണ്ടിയൊക്കെ ഇടണമല്ലോ. അപ്പം ഞാൻ പാനിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യമുള്ള കശുവണ്ടി, തേങ്ങാക്കൊത്ത് എന്തൊക്കെ വേണമെങ്കിലൊക്കെ ഇടാട്ടോ. ഞാനിപ്പോൾ കശുവണ്ടിയും അതേപോലെ തന്നെ കറുത്തള്ളിയില്ലേ അത് മാത്രമേ ഉള്ളൂ. ഞാൻ പരിപ്പ് പായസത്തിലില്ലേ കിസ്മിസ് ഇടാറില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല കിസ്മിസ് ഇടുന്നത്. അപ്പോൾ അത് രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വറുത്ത് നമ്മുടെ പായസത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ പരിപ്പായസം ഓണത്തിന് ഉണ്ടാക്കി കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ കണ്ടതിന് താങ്ക് യു.